കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ഫോർവേഡ് സൈനിങ്ങുമായി ബന്ധപ്പെട്ട് റൂമറുകളിൽ നിറഞ്ഞുവന്ന പേരാണ് മോണ്ടിനേഗ്രിയൻ സ്ട്രൈക്കറായ സ്റ്റീവൻ യോവോട്ടിച്ച്. ആളുമായുള്ള ഡിസ്കഷൻ അഡ്വാൻസ് സ്റ്റേജിലും എത്തിയതാണ്. സൈനിങ് നടന്നോ എന്നറിയാൻ വേണ്ടി ഫാബ്രിസിയോ റൊമാനോയോട് വരെ ഫാൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും കിട്ടിയില്ല. ഒടുവിൽ പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ചാണെങ്കിൽ യോവോട്ടിച്ച് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവസാനഘട്ട നെഗോഷിയേഷനിൽ ഡീൽ കൊളാപ്സ് ആയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇങ്ങനെയാണെങ്കിൽ സെന്റർ ഫോർവേഡിന് വേണ്ടി ഇനിയും കാത്തിരിക്കേണ്ടി വരും. അതേസമയം മോഹൻ ബഗാനുമായി ഒരു സാപ്പ് ഡീലിന് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ടെന്ന കാര്യം നേരത്തെ പുറത്തു വന്നിരുന്നു. പ്രീതം കോട്ടാലിനെയാണ് മോഹൻ ബഗാൻ ആവശ്യം. എന്നാൽ മോഹൻ ബഗാനിൽ നിന്നും KBFCക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ തീരുമാനമൊന്നുമായില്ല. ആ പ്ലേയേഴ്സിനെ വിട്ടുകൊടുക്കാൻ മോഹൻ ബഗാൻ തയ്യാറല്ല എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇങ്ങനെയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഈ സീസൺ കൂടി പ്രീതം കോട്ടാൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരും. കഴിഞ്ഞ CSF മാച്ചിൽ പ്രീതം കോട്ടാൽ 90 മിനിറ്റും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിരുന്നു. ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ ഈ ഡീൽ നടക്കാനുള്ള സാധ്യതയും കുറഞ്ഞു വരികയാണ്. എന്തായാലും അടുത്തൊരു സൈനിങ് ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.